തറവാട്ടിൽ കടന്നല്ലോ അമ്മേ. അതെ, 300 ആണ്ടുകൾക്ക് മുമ്പത്തെ അതേ ഓർമ്മ. നിന്നെ ഞാൻ പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഉള്ളൂ മാർഗം. കഴിവുകൾ ചോർന്നു പോയ വെറും ആത്മാക്കളാണ് നമ്മൾ. എനിക്കവരെ എതിർക്കണം അമ്മേ. ഈ തറവാട് സംരക്ഷിക്കണം. വേണം, പക്ഷേ നമുക്ക് സ്വന്തം രൂപത്തിൽ അല്പനേരം മാത്രമേ മനുഷ്യർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനാവൂ. എന്നാലും അവർക്കെതിരെ ഒന്നും ചെയ്യാനാവില്ല. നമ്മൾ നിസ്സഹായരാണ് കുട്ടി. ടീച്ചറമ്മേ, ഞാൻ തറവാട് വരുന്ന് പോയിട്ട് മുറ്റും പുറമൊക്കെ തൂത്തുവാരിട്ട് വരാം. നീ തനിച്ചു പോണ്ട, ഞങ്ങളും കൂടി വരാം. അല്ലേ മാഷേ? അതെ, ഞങ്ങളും കൂടെ വരാം. ഒന്നിച്ചു പോവാം. വേണ്ട, അത്രയും ദൂരം നടന്ന് വിഷമിക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, അപ്പൂസിനെയും കൂടെ കൂടെ കൂട്ടിക്കോളാം. എങ്ങോട്ടാ അമ്മേ? തറവാട് മുറ്റം അടിച്ചു വരണം. ആ പോവാ. സൂക്ഷിക്കണല്ലേ? അവിടെ പോലീസുകാര് കാവല് നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഞാൻ ദാ പോയിട്ട് പെട്ടെന്ന് വരാം. ആ ലതേ, ഗൗരി മുത്തശ്ശിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് എത്തിക്കണം. മുത്തശ്ശിയോട് പ്രാർത്ഥിക്കുകയും വേണം. അതൊക്കെ ഞാൻ ചെയ്തോളാം മാഷപ്പൂപ്പ. മാഷപ്പൂപ്പനും ടീച്ചറമ്മയ്ക്കും ശ്രീകുട്ടിക്കും ഒക്കെ വേണ്ടി ഞാൻ ഗൗരി മുത്തശ്ശിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. മിടുക്കൻ. ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന നിലവറ ഭദ്രമായിട്ട് അടഞ്ഞാണോ കിടക്കുന്നതെന്ന് നോക്കണം. തറവാട്ടിലുള്ളതിലെ ഏറ്റവും വിലപിടിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അതിലുള്ളത്. പിന്നെ കുറെ പഴയ സാധനങ്ങളും അതിലുണ്ട്. എല്ലാം ഞങ്ങള് നോക്കിക്കോളാം. എന്ന് ഞങ്ങള് പോയിട്ട് പറ്റേ? മാഷപ്പൂപ്പനും ടീച്ചറമ്മയ്ക്കും ഇവിടെ ഇരിക്കാൻ പേടിയുണ്ടോ? ആരെങ്കിലും ഭയപ്പെടുത്താൻ വന്നല്ലേ ഈ അപ്പൂസിന്റെ പേര് പറഞ്ഞാ മതി. വന്നേടാ, ഓടല്ലേ. പാവല്ലത, അവള് നമുക്ക് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ട്. വേലക്കാരിയായി ഞാൻ ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. മാഷ് പലതവണ അവളോട് ദേഷ്യത്തോടെ പെരുമാറാറില്ലേ? പക്ഷേ അവൾ എനിക്ക് എന്റെ മകളെ പോലെ തോന്നിയിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞ നമ്മുടെ മകള് തന്നെ അവള്. തനിക്കറിയില്ലേ, നമ്മുടെ ഗൗരി മുത്തശ്ശിയെ അരുങ്കൊല ചെയ്തപ്പോ ആ മാന്ത്രിക മൂക്കുത്തിയെ കാത്തത് ഇവളുടെ മുത്തശ്ശിയാ. മാത്രമല്ല, ഗൗരി മുത്തശ്ശി മരിക്കുന്നതിന് മുമ്പ് പ്രസവിച്ച ആ കുഞ്ഞിനെ ഇവളുടെ മുത്തശ്ശി മാധവി എടുത്ത് വളർത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ വംശമേ ഉണ്ടാവില്ലായിരുന്നു. അതെ, അത് സത്യം. പക്ഷെ അന്ന് തുടങ്ങിയ പരീക്ഷണങ്ങൾക്ക് ഇതുവരെ ഒരു അവസാനമില്ലല്ലോ. മുത്തശ്ശിയുടെ മൂക്കുത്തി പോയി. നമ്മുടെ പൊന്നുമോള് ശ്രീകുട്ടിയെ കാണാനില്ല. എന്റെ ഭഗവതി, ഇനി നിർത്തിക്കൂടെ ഈ പരീക്ഷണങ്ങള്?